ഒരു മക്കൾക്കൊരു നല്ല ഉമ്മയാവുക എന്നുള്ളത് ഈ ലോകത്ത് അള്ളാഹു നൽകുന്ന വലിയൊരു പദവിയാ. എല്ലാ അമ്മമാർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഉമ്മയാവാൻ പറ്റും. നല്ലൊരു ഉമ്മയാവാൻ, സ്വാലിഹായ ഒരു ഉമ്മയാവാൻ പടച്ച റബ്ബിന്റെ തൗഫീഖോടുകൂടി പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകാൻ എൻ്റെ ഉമ്മമാർക്ക് സാധിക്കണം. പല മക്കളും പടച്ചവനോട് പറയുന്നൊരു പരാതി ഇമാം ഗസാലി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് എൻ്റെ ഭാര്യനോട് ഇടക്കിടക്ക് പറയലുണ്ട്, നിങ്ങളോടും പറയാ. നമ്മളെ മക്കൾക്കൊന്നും ആയില്ല, എൻ്റെ മക്കൾക്കൊന്നും നല്ല ജീവിതം കൊടുക്കണേ റബ്ബേ. ഇതാണല്ലോ എൻ്റെ നിങ്ങളെയും പ്രാർത്ഥന. എൻ്റെ മക്കളെങ്ങി എത്തി മക്കളാക്കല്ലേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ നിസ്കാരന്മാർക്ക് ഉണ്ടാവൂല. ആ പ്രാർത്ഥിക്കുന്ന അമ്മാരോട് മക്കൾ നാളെ പടച്ചോനോട് പറയുന്ന ഒരു വാക്കുണ്ട്, റബ്ബേ എനിക്ക് ഈ തന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്നറിയോ റബ്ബേ, ഈ ഉമ്മന്റെ മക്കളാവേണ്ടി വന്നതാ. അള്ളാനെ ഭയപ്പെടുന്ന പരലോക സ്വർഗത്തിലേക്ക് എന്നെ കൈപിടിക്കുന്ന ഒരു നല്ല ഉമ്മാനെ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരൂലായിരുന്നല്ലോ റബ്ബേ എന്ന് മക്കള് പരാതി പറയുന്ന ഒരു രംഗം വരാനുണ്ട്. ആ രംഗത്തെ പറ്റി അള്ളാഹു തആല കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ. നാളെ പരലോകത്തേക്ക് നിങ്ങൾ അള്ളാഹുവിന്റെ മഹിഷറയിൽ നിൽക്കുമ്പം അള്ളാഹുവിന്റെ കോടതിയിൽ പരാതിയുമായി നിങ്ങളെ മക്കള് ഹാജരാകും. ആ മക്കള് റബ്ബിനോട് പറയും, നാഥാ നീ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ പരീക്ഷണം ഈ മാതാവിന്റെ, ഈ ഉമ്മയുടെ മക്കളാവേണ്ടി വന്നതാ, ഈ പിതാവിന്റെ മക്കളാകേണ്ടി വന്നതാ റബ്ബേ. അതുകൊണ്ട് നാഥാ റബ്ബിന്റെ സ്വർഗത്തെ പറ്റി പരിചയപ്പെടുത്തുകയും ഞങ്ങൾക്കൊരു നല്ല മാതാവാകുകയും ചെയ്യാത്ത ഈ മാതാപിതാക്കളെ എന്റെ കാലിന്റെ ചുവട്ടിൽ വെച്ച് തന്നാൽ ചവിട്ടി അരക്കായിരുന്നു റബ്ബേ എന്ന് മക്കള് അള്ളാഹുവിന്റെ മുൻപിൽ പരാതി പറയുന്ന ഒരു രംഗത്തെ പറ്റി പ്രിയപ്പെട്ടവരെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. മക്കൾക്ക് ദുനിയാവില് വിദ്യാഭ്യാസമില്ല, മക്കൾക്ക് നല്ലൊരു ജീവിതമില്ല, എന്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ സങ്കടപ്പെടുന്നതിന്റെ മുൻപ് നാളെ റബ്ബിന്റെ വിളിക്കുത്തരം നൽകി ഞാൻ അള്ളാന്റെ അരികിലേക്ക് മടങ്ങുമ്പം എന്റെ മക്കൾ എന്റെ തലക്കരികിൽ വന്ന് എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പ്രാപ്തരാണെന്നും എന്റെ മക്കൾ എനിക്ക് മയ്യത്ത് നമസ്കരിക്കുമ്പം ഒരക്ഷരത്തെറ്റുമില്ലാതെ ഈ ഉമ്മയാണ് റബ്ബേ എന്റെ മാതാവ്. ഈ ഉമ്മാക്ക് ഇങ്ങി കവാടം തുറക്കണേ റബ്ബേ. ഈ ഉമ്മാക്ക് ദുനിയാവിനേക്കാൾ നല്ല ജീവിതം കൊടുക്കണേ റബ്ബേ. ഈ ദുനിയാവിലുള്ളതിനേക്കാളും നല്ല വീട് കൊടുക്കണേ റബ്ബേ. സർവ്വ പാപങ്ങളും മഞ്ഞു കണങ്ങൾ കണക്കെ ഉരുക്കിക്കളയണേ റബ്ബേ. ഇന്ന് പടച്ച റബ്ബിനോട് ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുന്ന മക്കളാണ് എനിക്കുള്ളത് എന്ന് റബ്ബിന്റെ കോടതിയിൽ പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ മക്കളോട്, മാതാക്കളെ, ഇസ്ലാമിൽ അള്ളാഹു പഠിപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടത്